ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ പേര് ശരൺ. ഞാൻ ബേസിക്കലി പാലക്കാടാണ്. വർക്ക് ചെയ്യണത് ബാംഗ്ലൂരാണ്. ഡിസൈൻ എഞ്ചിനീയർ, IT ജോബാണ്. 3 years ആയി ഇപ്പോൾ ജോബിൽ കയറിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയണത് മീൻസ് ഞാൻ എൻ്റെ കാറിനെ മോഡിഫൈ ചെയ്യാൻ പോകണം. ഒരു പ്രൊജക്ട് കാറായിട്ട് ബിൽഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. ഇതെങ്ങനെ ചെയ്യാന്ന് ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ എനിക്ക് അധികം ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. മീൻസ് എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോസ് യൂട്യൂബിൽ കാണാൻ കിട്ടില്ല. അപ്പോൾ വൈ ഡോണ്ട് ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? മീൻസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് ഡോക്യുമെന്റ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മന്താണ് ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത്, ജൂലൈ 2026. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഫിറ്റ്നസ് ചെയ്യണം. പിന്നെ ബേസിക്കലി എല്ലാം കാറിന് ചെയ്യണ പോലെ ബോഡി കിറ്റ്സ്, അലോയ്, എക്സോസ്റ്റ്, പെർഫോമൻസ് എക്സോസ്റ്റ്, ബാങ്കർ ചെയ്യണമെന്നുള്ളൊരു ഡബിൾ മൈൻഡിലാണ്. കാരണം അത് എൻജിനും ദോഷമാണ്. അല്ല, കുറച്ച് യൂസ് ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്, ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിന് തീരുമാനിച്ചില്ല, നോക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു പ്രോസസ്സാണ്. ഇതിന് നല്ല ടൈമും എടുക്കും. ടൈം കൺസ്യൂം ചെയ്യണ ഒരു പ്രോസസ്സാണ്. ഞാൻ പാലക്കാടാണ്. ഇവിടെ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പോൾ ഇത് ഓരോന്നും മോഡിഫൈ ചെയ്യാൻ ഞാൻ ഓരോരോ സ്ഥലത്തും പോകേണ്ടി വരും. മീൻസ് ഇപ്പോൾ ഞാൻ എക്സോസ്റ്റ് നോക്കി വെച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. ബോഡി കിറ്റ് മോഡിഫൈ ചെയ്യാൻ നോക്കി വെച്ചിരിക്കുന്നത് വയനാടാണ്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ പോയി ഏതാണോ ബെസ്റ്റ് എന്നാണ് ഞാൻ ചെയ്യാൻ നോക്കണം. മീൻസ് എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നത് വൺ ടൈം ബിൽഡ്. ഒരിക്കൽ ബിൽഡ് ചെയ്താൽ പിന്നെ അതിലൊരു റീവർക്ക് വേണ്ട. അതാണ് നല്ലത്. കുറച്ച് എക്സ്പെൻസ് ആയിരിക്കും, എന്നാൽ ഒരു ടൈം നമ്മളത് ചെയ്യണത് പെർഫെക്റ്റായി ചെയ്താൽ പിന്നീട് അതിൻ്റെ ഇനിയൊരിക്കൽ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യം വരില്ല. സോ ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എൻ്റെ കാറ് പറയണത്, ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കാറ്. ഇത് മിറ്റ്സുബിഷി ലാൻസർ പെട്രോൾ വേരിയൻ്റ് ആണ്, 2004. ഞാൻ അത്രയും ആഗ്രഹിച്ചെടുത്ത ഒരു കാറാണ്. ഞാൻ ലാൻസറിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനാണ്. എനിക്ക് ഈ കാർസ് എന്താണ്, നമ്മൾ ഈ ചെറുപ്പത്തിൽ കാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് പിള്ളേരുടെ തലയിൽ കയറുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മൈൻഡിൽ കയറിയത് ലാൻസർ ആയിരുന്നു. അന്നോട്ട് ഇന്ന് വരെ ഞാൻ വീട്ടിൽ പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് കാർ എനിക്ക് ലാൻസർ തന്നെ ആവണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു സ്റ്റേജ് എത്തിയപ്പോൾ, ജോബിലൊക്കെ കയറിയിട്ട് ഒരു വണ്ടി വാങ്ങാമെന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ ലാൻസർ തപ്പി ഇറങ്ങി. ഞാൻ വെറുതെ പറയില്ല, ഞാൻ ശരിക്കും ഒരു 60-70 ലാൻസേഴ്സ് ഞാൻ നോക്കി. കുറേ ഒന്നും സൂട്ടായില്ല, കുറേ അത് കുഴപ്പമില്ലാത്തതും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ എല്ലാം ഓക്കെ ആയിട്ട് എനിക്ക് കിട്ടിയ വണ്ടിയാണ് ഇത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ ലാൻസർ ഞാൻ എടുത്തത് ഓഗസ്റ്റ് 2025 ഇപ്പോൾ 1 year ആയി. ഇതുവരെ വണ്ടി പക്കാ സ്റ്റോക്കാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. എൻജിൻ അടിപൊളി എൻജിനാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ഈ മന്ത് ജൂലൈ 2026 ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതുവരെ എനിക്ക് ഇത് സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഒരു 1 year സ്റ്റോക്കിൽ ഓടിക്കണതും നന്നായിരിക്കും, നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുള്ളൊരു രീതിക്ക് ഒരു 1 year ഞാൻ സ്റ്റോക്കിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഇതിൻ്റെ ഫിറ്റ്നസ് ആയി. അപ്പോൾ ഇതിൻ്റെ ഫിറ്റ്നസ് ചെയ്യണ പ്രൊസീജിയറും അതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫിറ്റ്നസ് കഴിഞ്ഞതും മോഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതും ഓരോ പാർട്ടും, ഓരോ മോഡിഫിക്കേഷനും ഓരോ പാർട്ടായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. മീൻസ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ ലാൻസർ പെട്രോൾ 2004 മോഡല്. ഇവൻ എൻ്റെ കയ്യിൽ കിട്ടുന്നത് 2025 ഓഗസ്റ്റിലാണ്. എടുത്തപ്പോൾ ഒരു ജനറൽ സർവീസ് ചെയ്തു, പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ജനറൽ സർവീസ് ചെയ്തു. ഇതല്ലാണ്ട് എനിക്ക് എക്സ്ട്രാ ചിലവായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ബാറ്ററി ഒരിക്കൽ മാറ്റേണ്ടി വന്നു, ബാറ്ററി ഒന്ന് മാറ്റി, പഴയ ബാറ്ററി ആയതുകൊണ്ട്. അതല്ലാതെ വേറൊരു കംപ്ലൈൻറ്റും എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് വന്നിട്ടില്ല. ഇതിപ്പോൾ ഫുള്ളി ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഞാനിതിൻ്റെ എൻജിൻ ബേ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ ബേ. കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റാണ്. ഓൾമോസ്റ്റ് 22 years ആയി ഈ വണ്ടി. എന്നിട്ടും ഇതിപ്പോൾ ഒരു നല്ലൊരു കണ്ടീഷനിലാണ്.
ഇതിപ്പോൾ 4G15 എന്ന് പറയുന്ന എഞ്ചിനാണ്. 1500cc, 85 bhpയും 5500 rpm ആണ് ഇതിൽ വരുന്നത്. ഒരു ബേസിക് എഞ്ചിനാണ്. ഡീസലാകുമ്പോൾ 68 bhpയും 2 ലിറ്റർ എഞ്ചിനുമാണ് വരുന്നത്. ശരിക്കത്തെ ലാൻസർ പറയുമ്പോൾ ഗ്ലോബലി ലാൻസറിൻ്റെ എഞ്ചിൻ വരുന്നത് 4G63 എന്നുള്ളതാണ്. എവല്യൂഷൻ എന്നുള്ളൊരു മോഡൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് 4G63 എന്നുള്ളൊരു എഞ്ചിനാണ്. അത് അത്യാവശ്യം പവറുള്ളൊരു എഞ്ചിനാണ്. അത് ഓൾമോസ്റ്റ് 280 bhp ഒക്കെയാണ്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്ക് നോർമൽ 4G15 എന്നുള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ ഇതാണ് ലാൻസറിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അത് സിമ്പിൾ നീറ്റായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. ഒരുപാട് ലക്ഷറി സെറ്റപ്പ് ഒന്നുമല്ല. ഇത് AC കൺട്രോൾസ്, ഇത് സ്റ്റീരിയോ ഞാൻ മാറ്റിയതാണ്. ഇതിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത് കെൻവുഡിൻ്റെ മറ്റേ പഴയ കാസറ്റ് ഇടുന്ന ഒരു ടൈപ്പ് സ്റ്റീരിയോ ആയിരുന്നു. അത് നല്ല സ്റ്റീരിയോ ആയിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും പറഞ്ഞിട്ട് ഞാൻ മാറ്റിച്ചതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം, കീ ഓണാക്കി കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, സ്റ്റോറേജ് ബോക്സ്. ടോപ്പ് വേരിയൻ്റ് ആകുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് വരും. ഇതിപ്പോൾ ഒരു മിഡ് വേരിയൻ്റ് ആണ്, അപ്പോൾ താഴെ ഒന്നേ ഉള്ളൂ. പിന്നെ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ ആണ്. പിന്നെ ടോപ്പ് വേരിയൻ്റ് ആകുമ്പോൾ ഇവിടേക്ക് ഒരു വുഡൻ ഫിനിഷ് ടച്ച് വരും. ഇതിപ്പോൾ നോർമലായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുക അവർ. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, ആംറസ്റ്റ്. ഇവിടെ ഒരു സ്റ്റോറേജ്, ഇതൊരു കോയിൻ ഹോൾഡർ. ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇത് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് ടോപ്പ് വേരിയൻറ്റിലേ ഉള്ളൂ. മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് വെക്കുന്ന ഒരു സ്ലോട്ടാണ്. ഇതിലില്ല. അത് ബമ്പറിലൊരു ഫോഗ് ലാമ്പ് വരും, അത് നമുക്കിതിലില്ല. പിന്നെ കീ ഓണാക്കാം. അപ്പോൾ കീ ഓണാക്കിയ ക്ലോക്ക് ഓണായി. പിന്നെ ഞാൻ ഈ സ്റ്റീരിയോൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു തരാം. സ്റ്റീരിയോ ഇത് ഇവിടെ കിട്ടാത്തതാണ്, ഫ്ലിപ്പ് ഔട്ട് ടൈപ്പാണ്. പണ്ട് പൈനിയറും കെൻവുഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു നോർമൽ ഒരു ചൈന മേക്കാണ്, പക്ഷെ അടിപൊളിയാണ്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, കാർ പ്ലേ ഉണ്ട്. പിന്നെ വയർ വഴി ഫോൺ കണക്ട് ചെയ്താൽ നമുക്ക് ഫോണിൻ്റെ സ്ക്രീൻ മിറർ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്തപ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്താൽ അത് ഉള്ളിൽ കിടന്നോളും, അതുള്ളത് അവിടെ അറിയില്ല. അതൊരു അടിപൊളി ഒരു കൂൾ ഫീച്ചറാണ് ഇതിൻ്റെ ശരിക്കും. പിന്നെ ഇവിടെ മറ്റേ സണ്ണിൻ്റെ പ്രൊട്ടക്ടർ, ഇതിലൊരു മിററുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതാണ്. ഇതിൻ്റെ കിലോമീറ്റർ 31,761 ഓടിയിട്ടുള്ളൂ. ഇത് ഏറ്റവും ലോ കിലോമീറ്റർ ഓടിയ ഒരു ലാൻസറാണ്. ഞാൻ MLC ഗ്രൂപ്പിൽ, മിറ്റ്സുബിഷി ലാൻസർ ക്ലബിലുള്ള ഒരു ആളാണ്. അപ്പോൾ ഗ്രൂപ്പിൽ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ താഴെ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയില്ല. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. എൻ്റെ അറിവിൽ ഇല്ല എന്നാണ്. ഇത് ഏറ്റവും ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഇപ്പോഴും അടിപൊളിയാണ്. ടോട്ടൽ റെസ്പോൺസ് ഒക്കെ ഒന്നും, ഒരു പെർഫോമൻസ് ഫിൽറ്റർ പോലും മാറ്റാണ്ട് തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ പെർഫോമൻസ് ഒക്കെ അടിപൊളി സെറ്റപ്പാണ്. ഇനി ഇതിൻ്റെ ബാക്ക് റോ ഒന്ന് കാണിച്ചു തരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇതൊരു സ്ലാൻഡിങ് ടൈപ്പ് സീറ്റാണ്. നല്ല ബാക്കിൽ ശരിക്കും ലാൻസറിൽ ബാക്കിൽ ഇരിക്കുമ്പോഴാണ് ഒരു ലക്ഷറി ഫീൽ കിട്ടുക. ഇവിടെ സെൻറ്ററിലൊരു ആംറസ്റ്റ് ഉണ്ട്, രണ്ടുപേര് ഇരുന്ന് പോകണമെങ്കിൽ നല്ല സുഖം. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കുഴപ്പമില്ല. നമ്മളൊരു ബക്കറ്റ് ടൈപ്പ് സീറ്റാണ്, ഒരു കുഴീൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിലും പവർ വിൻഡോ ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ ആണ്. ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഈ ഡോർ ഹാൻഡിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം ഇത് ഇപ്പോഴത്തെ വണ്ടിയിലൊക്കെ ഇങ്ങനെ പുൾ ടൈപ്പാണ്. ഇതൊരു ഫ്ലാറ്റ് ടൈപ്പാണ്. ഇത് ബോഡി മൗണ്ടഡ് പോലെ കാണാൻ കുറച്ച് നീറ്റാണ്. പിന്നെ ഡ്രൈവർ സൈഡാണ് പെട്രോളിൻ്റെ ഓപ്പണിങ് വരുന്നത്. ഓപ്പൺ ആക്കാം. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് ആ സ്റ്റീരിയോൻ്റെ ഒപ്പം വരുന്നതാണ്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബൂട്ടാണ്. ഏകദേശം ഒരു 2 ആൾക്കൊക്കെ ഉള്ളിൽ പോയി കിടക്കാൻ പറ്റുന്ന അത്ര സ്പേസ് ഉണ്ട്. ലാൻസറിൻ്റെ ബൂട്ട് നല്ല സ്പേസ് ഉള്ളൊരു ബൂട്ടായിരുന്നു. ടയർ പൊസിഷനിലേക്ക് വരുമ്പോൾ നോർമൽ സ്റ്റീൽ റിമാണ്, 13 ഇഞ്ച് സൈസാണ്. ലിമിറ്റഡ് എഡിഷനിലും ഞാൻ പറഞ്ഞ ഈ ടോപ്പ് വേരിയൻറ്റിലും ഒക്കെ 14 ഇഞ്ചാണ് വരുന്നത്. ഇതൊരു മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് 13 ഇഞ്ച് അലോയാണ് വരുന്നത്. ആൻറ്റനയുടെ പൊസിഷൻ വരുന്നത് ഇവിടെയാണ്. നല്ല ഇപ്പോഴത്തേലൊക്കെ ചെറിയൊരു മിനിമൽ ആൻറ്റന സെൻറ്ററിലാണ് വരുന്നത്. ഇതാ ഒരു പഴയ ടൈപ്പ് ലോങ് ആൻറ്റനയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പം ഞാനീ പറഞ്ഞ പോലെ ഈ കാറിനെ ഇനി ഒരു ഷോ കാർ, ഒരു പ്രൊജക്ട് കാറായിട്ട് ബിൽഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇനി വൈകാതെ അതിൻ്റെ ഒരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻറ്റ് കാണണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.